ബിഗ് ബോസ് മലയാളം സീസൺ 7 കാലമേ കാതോർക്കുക. ഇത് കഠികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി നിൽക്കുന്ന ഗജവീരനെ പോലെ ഒരുവളിപ്പോൾ തല ഉയർത്തി നിൽക്കുകയാണ്. മലയാളം സിനിമയുടെ അഭിനയ കുലപതി ശ്രീ മോഹൻലാൽ അവസാന നിമിഷം പ്രഖ്യാപിക്കുവാൻ പോകുന്ന ആ പേര് ആരുടേതാണ് എന്ന് കേൾക്കുവാൻ 3.5 കോടി മലയാളികളാണ് കാത്തിരുന്നത്. ജയപരാജയങ്ങൾ ഏത് നിമിഷവും മാറി മറിയുവാൻ സാധ്യതയുണ്ട് എന്ന് വിധി എഴുതിയ ഒരേ ഒരു സീസൺ. അതെ, അവസാന നിമിഷവും ശ്വാസം അടക്കി പിടിച്ചത് ആരായിരിക്കും എന്നറിയുവാൻ കാത്തിരുന്ന ജനങ്ങളുടെ മുൻപിൽ ലാലേട്ടൻ ആ പേര് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ അനുമോൾ. ഈ സീസൺ ആരംഭിച്ച 1-ാം ദിവസം മുതൽ ഈ 100-ാം ദിവസം വരെയും നിരന്തരമായ ആക്രമണത്തിന്റെ നീർച്ചുഴിയിലേക്ക് നിരന്തരമായി നിപതിക്കേണ്ടി വന്നൊരു പെൺകുട്ടി. അപവാദ പെരുമഴയായിരുന്നു അകത്തും പുറത്തും അവൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നും കെട്ടിലമ്മയെന്നും ഒളിഞ്ഞുനോട്ടക്കാരിയെന്നും കരച്ചിൽ റാണിയെന്നും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അപരനാമങ്ങൾ അവർക്ക് ചാർത്തിക്കൊടുത്ത എല്ലാവരുടെയും മുൻപിൽ ചങ്കടച്ചു പോകുന്ന ഒരു മറുപടിയുമായി ഇന്ന് ലാലേട്ടൻ എത്തിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ചവിട്ടി അരച്ച് ചണ്ടിയാക്കി ഒരു മൂലയ്ക്ക് മാറ്റിയിട്ട ഒരു പാവം പെൺകുട്ടിയെ ഇവിടെ ഇതാ ഒരു ജനത നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ഇനി അവൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയുമല്ല, കെട്ടിലമ്മയുമല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ എന്നറിയപ്പെടും. നിരന്തരമായ ആക്രമണങ്ങൾ കൂടി ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിച്ചില്ലാതെയാക്കുവാൻ അകത്തും പുറത്തും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അനവരതം കെട്ടിപ്പടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് കണ്ടും കേട്ടും ഹൃദയം തകർന്നുപോയൊരു ജനത ഒരുമിച്ച് തീരുമാനമെടുത്തു. ഈ സീസൺ അവളുടെ പേരിലായിരിക്കണം, അവളുടെ പേരിൽ ഈ സീസൺ അറിയപ്പെടണം. അതെ, അനുമോൾ ഒരു ജനതയുടെ മറുപടിയായി മാറുകയാണ്. നീറുന്ന നെഞ്ചകത്തിൽ പകയുടെ കനൽ അണയാതെ തീക്കാറ്റൂതി സൂക്ഷിച്ച് നിശ്ചയദാർഢ്യത്തോടെ ഒരു ജനത അവളെ നെഞ്ചിലെത്തിയപ്പോൾ അവൾ നടന്നു കയറിയത് രാജസിംഹാസനത്തിലേക്കാണ്. ഇവിടെ തകർന്നു വീണത് ശത്രുവിൻ്റെ കോട്ടക്കൊത്തളങ്ങളാണ്. അവൾ പിന്നിട്ട 100 ദിനങ്ങൾ, അവൾ നടന്ന വഴിത്താരകൾ ഒരിക്കലും അവൾക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. അവൾ പിന്നിട്ട 100 ദിനങ്ങൾ കയ്പ് നിറഞ്ഞതായിരുന്നു. ഹൃദയം തുറന്നൊന്ന് പൊട്ടിച്ചിരിക്കുവാൻ കഴിയാതെ നരാധമന്മാരുടെ നീരാളി പിടുത്തത്തിൽ അവൾ അമർന്നുപോയി. മനസാക്ഷി മരവിച്ചൊരു കൂട്ടം നരഭോജികളുടെ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും മുൻപിൽ നിഷ്കളങ്കതയുടെ കവചം ധരിച്ച് നിറകണ്ണുകളുമായി ഉഴറി നടക്കേണ്ടി വന്നൊരുവൾ. മലയാളി അവൾക്ക് സമ്മാനിച്ചതാണ് ഈ മഹാവിജയം. ഒരു കുഞ്ഞോളമായി തുടക്കം കുറിച്ച് അവൾ ഒരു കൂറ്റൻ തിരയായി ഒടുവിൽ ആഞ്ഞടിക്കണമെന്നൊരു ജനത തീരുമാനിച്ചെങ്കിൽ അതിനെ തിരുത്തുവാൻ, അതിനെതിരായി ഒരു വിധി എഴുതുവാൻ കോർപ്പറേറ്റ് ശക്തികൾ അവസാന നിമിഷം വരെയും കയ്യും മെയ്യും മറന്നു പോരാടിയിട്ടും അത് അസാധ്യമായി മാറിയെങ്കിൽ ഇത് നീതിയുടെ വിജയം തന്നെയാണ്. തൊപ്പിയും മൈജിയും പിന്നെ നാട്ടിലുള്ള ക്ഷുദ്രശക്തികളെല്ലാം ചേർന്ന് വാരിക്കുഴി തീർത്തുവെങ്കിലും അതിൻ്റെ നടുവിലൂടെ അവൾക്ക് നടന്നു നീങ്ങുവാൻ കരുത്തു പകർന്നത് നന്മയുടെ പ്രതീകങ്ങളായ അമ്മമാർ, ഏട്ടന്മാർ, ചേച്ചിമാർ, അച്ഛന്മാർ, അനുജന്മാർ അവരോരോരുത്തരുമായിരുന്നു. 1000 നന്ദി, 1000 നന്ദി. 25ഓളം മത്സരാർത്ഥികൾ പടുത്തുയർത്തിയ കോട്ടകൊത്തളങ്ങൾ അവൾക്ക് മുമ്പിലൂടെ തകർന്നു വീണിരിക്കുകയാണ്. ആർപ്പും ആരവവും നിറഞ്ഞൊരു ഫിനാലെ വേദിയിൽ കപ്പുയർത്തിക്കൊണ്ടവൾ നടനമാടുക മാത്രമല്ല, ഇടതടമില്ലാതെ അവളെ കുത്തി മുറിവേൽപ്പിക്കുകയും അടച്ചാക്ഷേപിക്കുകയും നിരന്തരമായി അവൾക്കുമേൽ വിഷം തുപ്പുകയും ചെയ്ത അക്ബർ നിസ്സഹായതയുടെയും നെടുവീർപ്പിൻ്റെയും തുരുത്തിൽ അവളെ തളച്ചിട്ടൊടുവിൽ അവളുടെ സമനില പോലും തെറ്റുമാർ കൂടെ നടന്ന് അവൾ അറിയാതെ അവളുടെ മുൻപിൽ വാരിക്കുഴിയൊരുക്കി ചതിച്ചതിലേക്ക് അവളെ തള്ളി വീഴ്ത്തിയ ആദില, നൂറ ദമ്പതികൾ നട്ടാൽ കുരുക്കാത്ത നുണയും അപവാദവും മാത്രം പ്രചരിപ്പിച്ച് വെറുപ്പിന്റെ തത്വശാസ്ത്രവുമായി നിരന്തരം അവൾക്ക് പിന്നാലെ നടന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടം തിന്മയുടെ പ്രതീകങ്ങളായ മത്സരാർത്ഥികൾ. എല്ലാറ്റിലുമുപരി അവളെ പിൻപിൽ നിന്ന് കുത്തി വീഴ്ത്തിയ കട്ടപ്പ. എല്ലാവർക്കുമുള്ള മറുപടി ഇവിടെ അനുമോൾ പറഞ്ഞിരിക്കുകയാണ്. കെണിയൊരുക്കി അപവാദത്തിന്റെ ചതിക്കുഴികൾ കുത്തി ആഞ്ഞടിക്കുവാൻ അംഗം കുറിച്ച് കാത്തിരുന്ന ഒട്ടനവധി ആർമിക്കാരുടെയും അവസാനത്തെ അട്ടിമറിക്കു വേണ്ടി അതിശക്തമായി ആഹ്വാനം ചെയ്ത് തോൽപ്പിച്ചിരിക്കുമെന്ന അഹങ്കാരത്തോടെ കേരളക്കരയോട് ഉറക്കെ പ്രഖ്യാപിച്ച തൊപ്പി എന്ന പീറ ചെറുക്കൻ്റെയും അണ്ണാക്കിലടിച്ചുകൊണ്ട് അനുമോൾ തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതെ, അവൾക്ക് ചിതയൊരുക്കി കാത്തിരുന്ന ശത്രുപാളയങ്ങളെ ചുട്ടു ചാമ്പലാക്കുവാൻ ആത്മാവിൽ അഗ്നിയും വാക്കിൽ കൊടുങ്കാറ്റുമായി അവൾ എത്തുമ്പോൾ ചരിത്രം അവൾക്ക് മുമ്പിൽ വഴിമാറും. അനുമോൾ, നിങ്ങളെ ഓർത്ത് മലയാളി അഭിമാനിക്കുകയാണ്. രക്തദാഹികളെ പോലെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ടു പറന്ന 20ലധികം കഴുകന്മാരുടെയും അപസർപ്പക കഥകൾ മെനഞ്ഞ എതിർച്ചേരിയിലെ കരുത്തന്മാരുടെയും അതിമോഹങ്ങളെ നീ ഒറ്റയ്ക്കിവിടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ആരുമില്ലായിരുന്നു നിനക്കൊരു തുണയായി നിൽക്കുവാൻ. തുണയാകുമെന്ന് കരുതിയവർ അവസാനം നിന്നെ വാരി അലക്കുമ്പോൾ നിറകണ്ണുകളോടുകൂടി കണ്ടുനിന്ന മലയാളി അന്ന് തീരുമാനിച്ചു ഈ സീസൺ അത് നിന്റെ പേരിൽ തന്നെ അറിയപ്പെടണമെന്ന്. ഇവിടെ ഇതാ വെല്ലുവിളികൾ ഏറെ കണ്ടവൾക്ക് എന്ത് കൊടുങ്കാറ്റ് എന്ന ഭാവേന ശാന്തതയുടെ പ്രതീകമായി സൗമ്യഭാവത്തോടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വേദിയിൽ അവൾ തല ഉയർത്തി നിൽക്കുകയാണ്. താളം പിഴയ്ക്കാത്ത ചുവടുകളും ഉന്നം തെറ്റാത്ത വാക്കുകളുമായി ശത്രുവിൻ്റെ പാളയത്തിൽ നിരന്തരം ദുരന്തം വിതച്ച പെൺകരുത്ത്.
മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരുവൾ ഒരിക്കലും ഉദയം ചെയ്തിട്ടില്ല എന്ന് പ്രേക്ഷക ലക്ഷങ്ങളെ കൊണ്ട് ആവർത്തിച്ചു പറയിപ്പിക്കുവാൻ വേണ്ടി കാലം കാത്തുവച്ച മറുപടി അനുമോൾ. മുഴുവൻ ചിന്തകളും പ്രതീക്ഷകളും ഒരു ജനത അവൾക്കുമേൽ അർപ്പിക്കുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് ഒട്ടും കോട്ടം തട്ടാതെ അത് മാർവോടടുക്കിയ അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിച്ച അനുഗ്രഹീതയായ പെൺകുട്ടി കാലം കാതോർക്കുകയാണ്. ചരിത്രം വഴിമാറുകയാണ്. ആസ്വാദകർക്കും കൂടെ കളിച്ചവർക്കും കളിയെ നിരൂപിച്ചവർക്കും കളിപ്പിച്ചവർക്കും കളിയാവേശം പകർന്നു നൽകി മുന്നേറിയപ്പോൾ തന്നെ കരുത്തരായ എതിരാളികളുടെ മർമ്മത്ത് തന്നെ ആഞ്ഞടിച്ചവരെ നിലംപരിചാക്കി കളഞ്ഞ കരുത്തിന്റെ പ്രതീകമായി അനുമോൾ മാറുകയാണ്. അതെ, അവൾ തന്റെ പടയോട്ടം ഇവിടെ വിജയകരമായി പര്യവസാനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും പറയട്ടെ, ഇത് മലയാളക്കരയുടെ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ലക്ഷക്കണക്കിന് വരുന്ന അച്ഛനമ്മമാരുടെ, ചേട്ടന്മാരുടെ, അനിയന്മാരുടെ, അനിയത്തിമാരുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വേദിയിൽ നിന്നുകൊണ്ട് ലാലേട്ടന്റെ കരങ്ങളിൽ നിന്നും ഈ കപ്പുകൾ ഏറ്റുവാങ്ങുന്നത് രണ്ട് കൈകൾ മാത്രമല്ല, പ്രേക്ഷക ലക്ഷങ്ങളുടെ കരങ്ങളാണ്. അനുമോൾ 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 എന്നാർത്തലയ്ക്കുന്ന ജനലക്ഷങ്ങളുടെ ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷം ഇന്ന് മുഖരിതമാകുവാൻ പോവുകയാണ്. അതെ, ഇതൊരു മനുഷ്യന്റെ വിജയമല്ല, ഒരു പെൺകുട്ടിയുടെ വിജയം മാത്രമല്ല, ഇതൊരു ജനതയുടെ വിജയമാണ്. ധാർമ്മികതയുടെയും അധാർമികതയുടെയും നേർക്കുനേർ പോരാട്ടത്തിൽ, നീതിയുടെയും അനീതിയുടെയും മുഖാമുഖമായിട്ടുള്ള പോരാട്ടത്തിൽ എതിരാളിയെ ബഹുദൂരം പിൻപിലാക്കി വിജയിച്ചു കയറിയവരുടെ ആഹ്ലാദാരവമാണ്. കെട്ടിലമ്മയെന്നും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നും നാടകറാണിയെന്നും കരച്ചിൽ റാണിയെന്നും കുലസ്ത്രീ, അമ്മായി, ഇങ്ങനെയൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത അപരനാമങ്ങൾ നൽകി അവളെ നിരന്തരമായി ആക്ഷേപിച്ചൊതുക്കുവാൻ ശ്രമിച്ചവർക്ക് ഇനി ഒരു മൂലയിലേക്ക് മാറിയിരുന്ന് കരയാം. അഹങ്കാരിയെന്നും കാപട്യത്തിന്റെ മുഖമുദ്രയെന്നും സംസ്കാരശൂന്യെന്നും ചാപ്പ കുത്തിയവർക്ക് അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയത് തിരിച്ചറിഞ്ഞ് ഇരുളിലേക്ക് ഓടി മറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കപ്പുണ്ടെങ്കിൽ അത് ഉയർത്തുന്നത് ഞാൻ തന്നെയായിരിക്കും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി 5 വർഷത്തെ കഠിനമായ പരിശ്രമത്തിന്റെ ഒടുവിൽ അംഗം കുറിച്ചുകൊണ്ട് ഗോധായിലേക്ക് ഇറങ്ങിത്തിരിച്ച അനീഷ് എന്ന ഒറ്റയാൻ, ആ ഒറ്റക്കൊമ്പന്റെയും മസ്തകത്തിലടിച്ച് ഗംഭീര വിജയവുമായി അനുമോളിത രാജ കിരീടം ചൂടിയിരിക്കുന്നു. നാടും നഗരവും ഇനി കാത്തിരിപ്പിലാണ്. ഒരു വമ്പൻ വരവേൽപ്പ് നൽകി അവളെ ജന്മനാട്ടിലേക്ക് ആനയിക്കുവാനുള്ള കാത്തിരിപ്പ്. പാതയോരങ്ങൾ അവളുടെ കൂറ്റൻ കമാനങ്ങൾ ഉയർത്തിക്കൊണ്ട് ആഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ട അനുമോൾ, ഈ സീസൺ നിങ്ങളുടേതായിരുന്നു, നിങ്ങൾക്കുള്ളതായിരുന്നു. നിങ്ങൾ സൃഷ്ടിച്ച കണ്ടന്റുകളായിരുന്നു കേരളത്തിലെ സോഷ്യൽ മീഡിയ മുഴുവനും പാറിപ്പറന്ന് നടന്നതും ചർച്ചയായതും. മറ്റാരെങ്കിലും എന്തെങ്കിലും വാർത്തകൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 അണിയറ പ്രവർത്തകർ നിങ്ങളെ നന്ദിയോടെ ഓർക്കും. അവർക്ക് ചാകരയൊരുക്കിയത് അനുമോൾ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ കണ്ണുനീർ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ ഒരു ജനത പുറത്തുണ്ട്. അവരൊരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി കരം കോർത്തപ്പോൾ, ഐക്യദാർഢ്യത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി അവർ മുന്നേറിയപ്പോൾ, തൊപ്പിയും കുപ്പിയും അവൻ്റെയൊക്കെ ചെരുപ്പിൻ്റെ വള്ളി ഉൾപ്പെടെ ആ കൂട്ടത്തിൽ പറിച്ചവർ തെരുവിലിറങ്ങു. ഇത് ആഘോഷത്തിൻ്റെ നിമിഷമാണ്, ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. അതെ, മലയാളക്കരയെ ഒരുമിച്ച് അനുമോൾ 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 എന്ന് നിർത്താതെ ശബ്ദമുയർത്തുമ്പോൾ ആ പ്രേക്ഷക സമൂഹത്തോട് ഞാൻ പറയുകയാണ്, ആഹ്ലാദിക്കുക, അർമാദിക്കുക. ഇത് നിങ്ങളുടെ നിമിഷമാണ്, നേരിൻ്റെ വിജയമാണ്. അതിൽ പങ്കാളികളായി തീരുവാൻ നമുക്കും ഭാഗ്യം ലഭിച്ചിരിക്കുന്നു.